ദൈവം അവന് വേണ്ട സൗഖ്യത്തിന്റെ വഴി പറഞ്ഞു പ്രവാചകനിലൂടെ. എന്താണ്? പോകുന്ന വഴിക്ക് ജോർദാൻ നദിയിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി കുളിക്കുക. അവന്റെ സൗഖ്യത്തിനുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടാ പോയെ. അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, അത് എളിമപ്പെട്ട് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവന് സൗഖ്യം കിട്ടും. പക്ഷെ അവന് എളിമപ്പെടാൻ പറ്റിയില്ല. നാമൻ എളിമപ്പെടാൻ പറ്റിയില്ല. നാമൻ അനുസരിക്കാൻ പറ്റിയില്ല. നാമൻ പറഞ്ഞു, ഞാൻ ഇതിനൊന്നും ഉദ്ദേശിച്ചല്ല വന്നത്, ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. ഞാൻ വിചാരിച്ചെന്നാ ഈ ആരാധന കഴിഞ്ഞ്, ശുശ്രൂഷ കഴിഞ്ഞ്, കൺവെൻഷൻ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ ഇവിടെ വെച്ച് തന്നെ എനിക്ക് സൗഖ്യം കിട്ടുമെന്നാ വിചാരിച്ചു. കൈപൊക്കി നോക്കി, വന്നപ്പോഴും കൈപൊക്കാൻ പറ്റുന്നില്ല, പോകാൻ നേരമായിട്ടും കൈ പൊങ്ങുന്നില്ല. ഇങ്ങനെ തന്നെ ഇത്രയൊക്കെ പൊങ്ങുന്നുള്ളൂ. ഞാൻ വിചാരിച്ചത് ആരാധനയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ, സൗഖ്യപ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ കൈയൊക്കെ പൊക്കി പോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. ഒന്നും ശരിയായില്ല. ചിലപ്പോൾ നിനക്ക് സൗഖ്യം കിട്ടാനുള്ള വഴി ഈ ശുശ്രൂഷകളിലൂടെ, കൺവെൻഷനുകളിലൂടെ കർത്താവ് നിന്നോട് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നീ പോകുന്ന വഴിയിലായിരിക്കും കർത്താവ് നിനക്കുള്ള സൗഖ്യം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ.